പ്രിയമുള്ളവരെ, വചനജ്വാല 1550 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 28 വെള്ളിയാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യ 13 അധ്യായം 7 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. എല്ലാ കരങ്ങളും ദുർബലമാകും, എല്ലാവരുടെയും ഹൃദയം ഉരുകും, അവർ സംഭ്രാന്തരാകും, കഠിനവേദനയും ദുഃഖവും അവരെ ഗ്രസിക്കും. യൂറ്റുനോവ് അടുത്തവളെ പോലെ അവർ പിടയും, അവർ പരസ്പരം തുറിച്ചു നോക്കുകയും അവരുടെ മുഖം ജ്വലിക്കുകയും ചെയ്യും. ഇതാ, കർത്താവിന്റെ ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു. ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനും കോപത്തോടും ക്രോധത്തോടും കൂടെ അത് വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും പ്രകാശം തരുകയില്ല. സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല. ലോകത്തെ അതിന്റെ തിന്മ നിമിത്തം, ദുഷ്ടരെ അവരുടെ അനീതി നിമിത്തവും ഞാൻ ശിക്ഷിക്കും. അഹങ്കാരിയുടെ ഔദത്യം ഞാൻ അവസാനിപ്പിക്കും, നിർദ്ദയന്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും. മനുഷ്യൻ തങ്കത്തെക്കാൾ, മനുഷ്യവംശം ഓഫിർ പൊന്നിനേക്കാൾ വിരളമാകാൻ ഞാൻ ഇടയാക്കും. സൈന്യങ്ങളുടെ കർത്താവിന്റെ രോഷത്തിൽ, അവിടുത്തെ ക്രോധത്തിന്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറകൊള്ളിക്കും. ഭൂമി അതിന്റെ സ്ഥാനത്തു നിന്നിളകും. വേട്ടയാടുന്ന മാൻകുട്ടിയെപ്പോലെയും ഇടയിലില്ലാത്ത ആടുകളെപ്പോലെയും ഓരോരുത്തരും സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകും. കാണുന്നവരെയെല്ലാം കുത്തിപ്പിളരും, പിടികിട്ടുന്നവരെയെല്ലാം വാളിനിരയാക്കും. അവരുടെ ശിശുക്കളെ അവരുടെ മുൻപിൽ വെച്ച് തന്നെ നിലത്തടിച്ച് ചിതറിക്കും. അവരുടെ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടും, അവരുടെ ഭാര്യമാർ അപമാനിതരാകും. ഞാൻ മേദിയാക്കാരെ അവർക്കെതിരെ ഇളക്കിവിടുന്നു. അവർ വെള്ളി കാര്യമാക്കുന്നില്ല, സ്വർണത്തിൽ താല്പര്യവുമില്ല. അവരുടെ അമ്പ് യുവാക്കന്മാരെ വധിക്കും, ഉദരഫലത്തോട് അവർക്ക് കരുണയുണ്ടാവുകയില്ല. ശിശുക്കളോട് അവർ ദയ കാണിക്കുകയില്ല. രാജ്യങ്ങളുടെ മഹത്വവും കൽദായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ച സോദോമും ഗൊമോറയും പോലെ ആയിത്തീരും. അത് എന്നും നിർജ്ജനമായിരിക്കും, തലമുറകളോളം അതിൽ ആരും വസിക്കുകയില്ല. അറബികൾ അവിടെ കൂടാരം അടിക്കുകയില്ല. ഇടയന്മാർ തങ്ങളുടെ ആടുകൾക്ക് അവിടെ ആല ഉണ്ടാക്കുകയില്ല. അത് വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായി തീരും. അതിൻ്റെ വീടുകൾ ഓരിയിടുന്ന ജീവികളെ കൊണ്ട് നിറയും. ഒട്ടകപ്പക്ഷികൾ അവിടെ വസിക്കും, കാട്ടാടുകൾ അവിടെ തുള്ളി നടക്കും. അതിൻ്റെ ഗോപുരങ്ങളിൽ ചെന്നായ്ക്കളും മനോഹര മന്ദിരങ്ങളിൽ കുറുക്കന്മാരും ഓരിയിടും. അതിൻ്റെ സമയം ആസന്നമായിരിക്കുന്നു, അതിൻ്റെ ദിനങ്ങൾ ദീർഘിക്കുകയില്ല. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ സ്റ്റീഫൻ ജൂനിയറെയും കൂട്ടരെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് ഇന്ന്. പ്രതിമാഭഞ്ജകരുടെ മർദ്ദനത്തിൽപ്പെട്ട രക്തസാക്ഷികളിൽ മുഖ്യനായ സ്റ്റീഫൻ 714 കോൺസ്റ്റാന്റിനോപ്പിളിൽ ജനിച്ചു.
സമ്പന്നരും സുഹൃതികളുമായ മാതാപിതാക്കന്മാർ മകന് ഉത്തമ ശിക്ഷണം നൽകി. കാൽസഡിന് സമീപമുള്ള വിശുദ്ധ ഓക്സിയൻസിയൂസിന്റെ ആശ്രമത്തിലാണ് സ്റ്റീഫൻ 15-ാമത്തെ വയസ്സുവരെ താമസിച്ചു പോന്നത്. പിതാവ് ദിവംഗതനായപ്പോൾ സ്റ്റീഫൻ കോൺസ്റ്റാന്റിനേപ്പാളിൽ പോയി തന്റെ ഓഹരി വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൊണ്ട് തിരിച്ചു വന്നു. ദൈവശാസ്ത്രവും വിശുദ്ധ ഗ്രന്ഥവും പഠിച്ചു. വിശുദ്ധ ക്രിസോസ്റ്റമിന്റെ ഗ്രന്ഥങ്ങൾ സ്റ്റീഫൻ ആർത്തിയോടെ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. 30-ാമത്തെ വയസ്സിൽ താൻ പഠിച്ചിരുന്ന ആശ്രമത്തിൽ അദ്ദേഹം ആബട്ടായി. ഒരു മലയിൽ സ്ഥാപിച്ചിരുന്ന കൊച്ചു കൊച്ചു പർണശാലകൾ ചേർന്നതായിരുന്നു ആശ്രമം. പ്രസ്തുത മലയിലെ ഒരു ഗുഹയിലായിരുന്നു സ്റ്റീഫൻ താമസിച്ചിരുന്നത്. ആട്ടിൻതോലായിരുന്നു അദ്ദേഹത്തിന്റെ ഉടുപ്പ്. ഒരു ഇരുമ്പ് പട്ടയായിരുന്നു അരക്കെട്ട്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ കൂടുതൽ ഏകാന്തവാസത്തിന് വേണ്ടി സ്റ്റീഫൻ ആബട്ട് സ്ഥാനം രാജിവെച്ച് ഗിരിശൃംഗത്തിൽ ശരിക്കും നിവർത്തി നിൽക്കാൻ പാടില്ലാത്ത ഒരു ഗുഹയിൽ താമസമുറപ്പിച്ചു. അക്കാലത്താണ് ലയോയുടെ പിൻഗാമിയായ കോൺസ്റ്റന്റൈൻ അഞ്ചാമൻ വിശുദ്ധരുടെ പ്രതിമകൾക്കെതിരായ സമരം ആരംഭിച്ചത്. 754 കുറെ മെത്രാന്മാരെ വിളിച്ചുകൂട്ടി പ്രതിമാവന്ദനം വിഗ്രഹാരാധനയാണെന്ന് പാസാക്കി. ഇത് സ്റ്റീഫനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കലിസ്റ്റസ്റ്റ് എന്ന ഒരു ഉദ്യോഗസ്ഥനെ സൈന്യത്തോടുകൂടെ രാജാവ് അയച്ചു. ഭീഷണികളും തർക്കങ്ങളും സ്റ്റീഫനെ മാനസാന്തരപ്പെടുത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ ശിരച്ഛേദം ചെയ്യാൻ കൽപ്പനയുണ്ടായി. കൂടെ 764 ബാസിൻ, പീറ്റർ, ആൻഡ്രൂ തുടങ്ങിയ 300 സന്യാസിമാരെയും വധിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ സ്റ്റീഫൻ ജൂനിയറും കൂട്ടരും രക്തസാക്ഷിയായ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.